മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ഗംഗേ ചൈമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന വരിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രത്തിൻ്റെ ഐക്യം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സാംസ്കാരിക തലത്തിൽ ഭാരതത്തിൽ എങ്ങനെ നിലനിന്നിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വിഷ്ണുപുരാണത്തിലെയും പത്മപുരാണത്തിലെയും വരികൾ ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് വിവരിക്കാമെന്നും പറഞ്ഞിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഏത് നല്ല കർമ്മം ചെയ്യുമ്പോഴും അവിടെ ഇന്നവിറ്റബിളി പറയുന്നൊരു മന്ത്രമാണ്, ശരിക്കും പുരാണ മന്ത്രമാണ്, എങ്ങനെ വേണമെങ്കിൽ പറയാം, വലിയ സീരിയസ്നെസ് ഇല്ലാതെ പറയാവുന്ന ഒരു മന്ത്രമാണ്, വേദമന്ത്രം പോലെയുള്ളതല്ല. അയോധ്യ മധുരാമായ കാശി കാഞ്ചി അവന്തിക പുരി ദ്വാരാവതി ചൈവ സപ്തൈതി മോക്ഷദായക 7 നഗരങ്ങളുടെ പേരാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ കൊച്ചി, തിരുവനന്തപുരം, പൂന, ചെന്നൈ, ബാംഗ്ലൂര്, ഹൈദരാബാദ് പറഞ്ഞൊന്ന് വിചാരിക്കുക. അതേപോലെ 7 നഗരങ്ങളുടെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ അയോധ്യ ഉത്തർപ്രദേശിലാണ്, മധുര ഏതാണ്ട് ഹരിയാനയുടെ സൈഡിൽ, ഡൽഹിയിൽ നിന്ന് 2.5 മണിക്കൂർ യാത്ര തെക്കോട്ട്. അയോധ്യ, മധുര, മായ മധ്യപ്രദേശിൽ, കാശി വാരണാസി എന്ന സ്ഥലം, കാഞ്ചി കാഞ്ചീപുരം തെക്കേ അറ്റത്ത്, അവന്തിക ഒറീസയ്ക്കും മധ്യപ്രദേശിനും ഇടയ്ക്ക്, പുരി ഒറീസയിൽ, ദ്വാരാവതി ദ്വാരക ഗുജറാത്തില്. ഇങ്ങനെ 7 നഗരങ്ങളുടെ പേര്. അവിടെ ഏത് കർമ്മം നടത്തിയാലും പുണ്യമാണ് എന്നാ പറയാം. ഇപ്പം രാവിലെയോ അല്ലെങ്കിൽ ഏത് കർമ്മം ചെയ്യുമ്പോഴോ നമ്മളുടെ ഓർമ്മയിലേക്ക് ഭാരതത്തിന്റെ 7 നഗരങ്ങളെ കൊണ്ടുവരികയാണ്. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, വംഗ എന്ന ദേശീയ ഗാനത്തിൽ പറയുന്ന പോലെ അത് കൊണ്ടുവരികയാണ്. ആ മന്ത്രം നമ്മൾ എവിടെയാ ഉപയോഗിച്ചറിയോ? ഭഗവതി സേവ, ഭഗവത് സേവ എന്ന് പറയുന്ന വിളക്ക് വെച്ച് പൂജ നടത്തുന്നതിന്റെ പീഠം വെക്കുമ്പോഴും ഈ മന്ത്രം നമ്മൾ ചൊല്ലും. ഈ പൂജ 7 പുണ്യനഗരങ്ങളിലാണ് ചെയ്യുന്നത് എന്ന് ഓർമ്മിപ്പിക്കാനായിട്ട്. കർക്കിടകവാവിന് പിതൃകർമ്മം നടത്തുമ്പോൾ ആ പിതൃകർമ്മം നടത്തുന്ന നദിയുടെ തീരത്ത്, കുളത്തിന്റെ തീരത്ത്, കിണറിന്റെ തീരത്ത്, ആൽമരത്തിന്റെ ചുവട്ടില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെള്ളം തളിക്കുന്നത് ഗംഗേ ച യമുനേ ചൈവ എന്ന മന്ത്രം ചൊല്ലിയിട്ടാണ്. പിന്നെ ദർഭപുല്ല് വെക്കുന്നത് തെക്ക് വടക്കായിട്ട്, ദർഭപുല്ല് വെക്കുന്നത് അയോധ്യ മധുര മായ കാശി കാഞ്ചി അവന്തിക എന്ന് പറഞ്ഞിട്ടാണ്. ഒരു പിതൃകർമ്മത്തിന് ഭാരതത്തിലെ 7 നഗരങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിൽ രാഷ്ട്രത്തിന്റെ ഐക്യമുണ്ടാവാനുള്ള കാരണം ഇതാണ്. ആ മതം വിട്ട് വേറൊരു മതത്തിലേക്ക് പോയി, അതുകൊണ്ടാണ് ഭാരതം എന്ന രാഷ്ട്രത്തിനകത്ത് വേറൊരു മതത്തിലേക്ക് പോയതുകൊണ്ടാണ് ബംഗ്ലാദേശ് ഉണ്ടായത്. വേറൊരു മതത്തിലേക്ക് പോയതുകൊണ്ടാണ് പാകിസ്ഥാൻ ഉണ്ടായത്, ഭാരതത്തിന്റെ ഭാഗത്തിൽ നിന്ന് വിട്ട്. ഇതിന്റെ തന്നെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന നേപ്പാള്, അത് യെച്ചൂരി എന്ന് പറയുന്ന CPM നേതാവ് ചെന്നിട്ടാണ് അതിൻ്റെ ഹിന്ദു രാഷ്ട്രം എന്ന പേര് മാറ്റിച്ച് ആ രാഷ്ട്രത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ഇവിടുത്തെ യെച്ചൂരി എന്ന് പറയുന്ന CPMന്റെ സെക്രട്ടറിയാണ്. ആരും അത് അറിഞ്ഞിട്ടില്ല കാര്യമായിട്ട്. അപ്പൊ ഈ രാഷ്ട്രം ഏത് ഭാഷാ വ്യത്യാസം, ഭക്ഷണ വ്യത്യാസം, രീതിയിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഒന്നായി തന്നെ നിലനിൽക്കാനുള്ള കാരണം ഗംഗേ ച യമുനേ ചൈവ അയോധ്യ മധുര. ഇനിയും നോക്കാം. അശ്വത്ഥാമ ബലിവ്യാസോ ഹനുമംശ്ച വിഭീഷണ കൃപ പരശുരാമശ്ച. അശ്വത്ഥാമാവ് പാണ്ഡവർക്ക് എതിരെ നിന്ന ആളാണ്, എന്നാലും ചിരഞ്ജീവികളുടെ ലിസ്റ്റിൽപ്പെടുത്തി, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. ബലി, മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഗുജറാത്തിലെ ഭൃഗുകച്ച ഭരിച്ചിരുന്ന ആളാണ് മഹാബലി. അസുരവംശത്തില് ഹിരണ്യകശിപുവിന്റെ മകന്റെ 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 മകനാണ് മഹാബലി. അശ്വത്ഥാമ ബലി വ്യാസൻ ഉത്തർപ്രദേശുകാരനാണ്, കൃപന് ഇറാൻകാരനാണ്, പരശുരാമൻ കേരളീയൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ വേറെ ഏതോ സ്ഥലത്ത്. അശ്വത്ഥാമ ബലി വ്യാസോ ഹനുമംശ വിഭീഷണൻ ശ്രീലങ്കക്കാരൻ, കൃപ ഇറാൻകാരൻ, പരശുരാമ ഹനുമൻ. ഹനുമാൻ ആൻഡമാൻ നിക്കോബാറുകാരൻ. ഇന്നും ആൻഡമാൻ എന്നുള്ള വാക്കിന് ഹനുമാൻ എന്ന മലേഷ്യ ഭാഷയിൽ പറയുന്നത്, മലേഷ്യൻ ഭാഷയിൽ.
ഈ ഭാരതത്തിലെ വൈവിധ്യമാർന്ന പ്രദേശങ്ങളെ ഒരുമിച്ച് ചേർത്ത് അവിടെ നിന്ന് പുണ്യാത്മാക്കളെ, അത് അസുരവർഗത്തിൽപ്പെട്ടവരാണെങ്കിലും ദേവവർഗത്തിൽപ്പെട്ടവരാണെങ്കിലും മനുഷ്യവർഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെ നമ്മൾ സ്മരിക്കുന്നത് ഭാരതത്തിന്റെ വിവിധ രാഷ്ട്രഭാഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് തുല്യം. ശരിക്കും ഈ 60-ാം വർഷത്തിലെ ഷഷ്ടിപൂർത്തി അല്ലെങ്കിൽ സപ്തതി അല്ലെങ്കിൽ നവതി അശീതിയൊക്കെ 60, 70, 80, 90 വയസ്സുകളില് ഒരു ഹോമം നടത്താറുണ്ട്. ആയുഷ്യ ഹോമം എന്ന് പറയും. ആ ഹോമത്തിൽ ഈ അശ്വത്ഥാമാവിന് ഹോമമുണ്ട്, മഹാബലിക്ക് ഹോമമുണ്ട്, വ്യാസന് ഹോമമുണ്ട്, കൃപർക്ക് ഹോമമുണ്ട്, വിഭീഷണൻ, അതുപോലെ തന്നെ ഹനുമാന് പരശുരാമന്റെ പേരില് 101 ചമത ഹോമിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യം മന്ത്രങ്ങളിലൂടെ എങ്ങനെ സാധിച്ചു നോക്കാം. ഇനി നോക്കാം. അഹല്യ ദ്രൗപദി സീത താരാ മണ്ഡോദരി തഥാ പഞ്ചകന്യാ സ്മരേത് നിത്യം ഏതത് പാപവിനാശനം. മണ്ഡോദരി രാവണന്റെ ഭാര്യയാണ്. ദ്രൗപദി എന്ന് പറയുന്നത് ഉത്തർപ്രദേശില് ഹസ്തിനപുരത്തുണ്ടായിരുന്നതാണ്, ഡൽഹിക്കടുത്ത്. അപ്പോ അഹല്യ, ദ്രൗപദി, സീത രാമന്റെ ഭാര്യ, താര അംഗദന്റെ അമ്മ, ബാലിയുടെ ഭാര്യ, കിഷ്കിന്ധ കീഴിന്ത്യ, ഇന്ത്യയുടെ താഴെയുള്ള ഭാഗം കീഴിന്ത്യ, അത് കിഷ്കിന്ധ. അപ്പോ ഈ ഭാരതത്തിലെ വൈവിധ്യമാർന്ന പട്ടണങ്ങള്, വൈവിധ്യമാർന്ന പുണ്യ പുരുഷര്, പുണ്യ സ്ത്രീകള് എല്ലാം ഭാരതത്തിന്റെ ഐക്യത്തിന്റെ പ്രതീകമായിട്ട് നിൽക്കുന്നു. ഇനിയും നോക്കാം. ഭാരതത്തിന്റെ ഐക്യത്തിന്റെ ഒരു ഭക്ഷണ പദാർത്ഥം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നോക്കാം. രാജസ്ഥാനിൽ നിന്നാണ് കായം വരുന്നത്, ഹരിയാനയിൽ നിന്നാണ് ഉലുവ വരുന്നത്, ഉത്തർപ്രദേശത്തിൽ നിന്നാണ് മല്ലി വരുന്നത്, മധ്യപ്രദേശത്ത് നിന്നാണ് പരിപ്പ് വരുന്നത്, ബംഗാളിൽ നിന്നാണ് കടുക് വരുന്നത്, ആന്ധ്രാപ്രദേശത്താണ് മുളക് വരുന്നത്, കർണാടകത്തിൽ നിന്നാണ് മഞ്ഞപ്പൊടി വരുന്നത്, തമിഴ്നാട്ടിൽ നിന്നാണ് വെജിറ്റബിൾ വരുന്നത്, കേരളത്തിൽ നിന്നാണ് പച്ചവെള്ളം എടുത്ത് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത്. ഒരു സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങിയത് 1947 ആഗസ്റ്റ് 14-ാം തീയതി അർദ്ധരാത്രിക്ക് ശേഷമാണോ? ഇത് ചിന്തിച്ചു നോക്കാം. മാത്രമല്ല ഇന്നത്തെ കേരളത്തിന്റെ കാര്യം നോക്കുക, അതും അന്നും അതേപോലെയായിരുന്നു. സവാള കേരളത്തിലില്ല, ഉരുളക്കിഴങ്ങ് കേരളത്തിലില്ല, ഉലുവ കേരളത്തിലില്ല, കടുക് കേരളത്തിലില്ല, ചുമന്ന മുളക് കേരളത്തിലില്ല, ചെറിയ ചെറുപയർ കേരളത്തിലില്ല, ഉഴുന്നുപരിപ്പ് കേരളത്തിലില്ല, സാമ്പാർ പരിപ്പ് കേരളത്തിലില്ല, പട്ടാണിപ്പരിപ്പ് കേരളത്തിലില്ല. ഇതിങ്ങനെ ലിസ്റ്റ് നോക്കാം. ഇതൊന്നും കേരളത്തിലില്ല. പക്ഷെ കേരളത്തിൽ ഇതില്ലാതെ ഒരു ദിവസം പോലും നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഇനിയും ലിസ്റ്റ് വളരെ കൂട്ടാം വേണമെങ്കിൽ. ഓരോന്നോരോ വെളുത്തുള്ളി കേരളത്തിലില്ല. അങ്ങനെ കേരളത്തിലില്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ച് കേരളീയർ എന്തെല്ലാം ഉണ്ടാക്കിയിരുന്നു, അതൊക്കെ പുറത്തുനിന്ന് കേരളത്തിലേക്ക് വന്നതല്ലേ. ഇനിയും നോക്കാം. നോർത്ത് ഇന്ത്യയിൽ ഏലക്കായ ഇല്ല, നോർത്ത് ഇന്ത്യയിൽ കുരുമുളകില്ല, നോർത്ത് ഇന്ത്യയിൽ കറുകപ്പട്ടയില്ല, നോർത്ത് ഇന്ത്യയിൽ ഗ്രാമ്പൂ ഇല്ല. ഇതെല്ലാം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടല്ലേ ശരിക്കും ഗരം മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ ഈ രാഷ്ട്രത്തിലെ ചലനം എത്ര ഗംഭീരാണെന്ന് നോക്കാം. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ആരെങ്കിലും മരിച്ചാൽ രാമേശ്വരത്തോ കന്യാകുമാരിയിലോ വന്നിട്ട് അവര് അസ്ഥി നിമജ്ജനം നടത്തും, അല്ലെങ്കിൽ ചിതാഭസ്മം കടലിൽ ഒഴുക്കും. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഗയയില്, ത്രിവേണിയില്, കാശിയിൽ ചെന്നിട്ടാണ് ഗംഗയിൽ അത് ഒഴുക്കുക. അപ്പോ നോർത്ത് ഇന്ത്യക്കാർക്ക് സൗത്ത് ഇന്ത്യയിൽ വരാനും സൗത്ത് ഇന്ത്യക്കാർക്ക് നോർത്ത് ഇന്ത്യയിൽ വരാനും രാഷ്ട്രത്തിന്റെ ഐക്യം നോക്കാം. കൈലാസത്തിൽ ശിവൻ തെക്കോട്ട് നോക്കിയിരിക്കുന്നു, പാർവതി കന്യാകുമാരിയിൽ വടക്കോട്ട് നോക്കിയിരിക്കുന്നു. ഭാര്യാഭർത്തൃ സങ്കല്പത്തിന്റെ നടുക്കാണ് നമ്മൾ യഥാർത്ഥത്തില് ഭാരതം എന്ന രാഷ്ട്രം തന്നെ. അപ്പൊ ഇതെല്ലാം ഇനിയുണ്ട്, കുറേയധികം നമുക്ക് പറയാം. ആര്യഭട്ടൻ കൊടുങ്ങല്ലൂര് ജനിച്ച് വളർന്ന അത്യുജ്വലമായിട്ടുള്ള അസ്ട്രോണമർ കം മാത്തമാറ്റീഷ്യൻ, സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ആദ്യമായിട്ട് പുസ്തകത്തിൽ എഴുതിയത് ആര്യഭട്ടനാണ്. AD 499 മാർച്ച് 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് എഴുതി തീർത്ത പുസ്തകത്തിലാണ് ആര്യഭട്ടീയ നമ്പർ സിസ്റ്റത്തില് സൈൻ തീറ്റ, ആർ സൈൻ തീറ്റ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പുസ്തകം എഴുതി അടുത്ത ദിവസമാണ് അദ്ദേഹത്തിന് നളന്ദ യൂണിവേഴ്സിറ്റി ബീഹാറില് വൈസ് ചാൻസലറായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. 23ാമത്തെ ജന്മദിനത്തിന് 23 വയസ്സേ ആയിട്ടുള്ളൂ. ബെൽഗോമിൽ ജനിച്ച ഭാസ്കരാചാര്യരാണ് പിന്നീട് തക്ഷശിലയിലെ വൈസ് ചാൻസലർ ആയിരുന്നത്. ഇനിയും നോക്കാം. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചതാണ് ചരക സംഹിതയും സുശ്രുത സംഹിതയുമെല്ലാം. അത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ വന്നത് കേരളത്തിലാണ്.
ആയുർവേദത്തിന്റെ ഈറ്റില്ലമായിട്ടുള്ള കേരളത്തിലാണ് പ്രചാരത്തിൽ വന്നത്. ഇങ്ങനെ സംഗീതരത്നാകരം എന്ന് പറയുന്ന പുസ്തകം ശാർങ്ങധരൻ എഴുതിയത് നോർത്ത് ഇന്ത്യയിലാണ്. ആ കർണാടക സംഗീതം ഉണ്ടായതൊക്കെ സൗത്ത് ഇന്ത്യയിലാണ് ഇത്രയധികം വികസിച്ചത്. എല്ലാം സംസ്കൃതത്തിന്റെ പദങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മലയാളത്തില്, കന്നഡയില്, തെലുങ്കില്, മറാഠിയിലാണ്. സംസ്കൃതത്തിന്റെ ഉത്ഭവം അവിടെയാണ്. കാലി മേയ്ക്കുന്ന കുറേ ആൾക്കാര് കാലി മേയ്ച്ച് രാജസ്ഥാൻ സിന്ധു വഴിക്ക് ഇന്ത്യയിലേക്ക് വന്നു. ആര്യന്മാരാണ് അവര്. കാലി മേയ്ക്കുന്നവർക്ക് വേദം എഴുതാൻ പറ്റുമോ? ഇത്ര ബോധം ഇല്ലേ? ഇംഗ്ലീഷുകാർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇംഗ്ലീഷുകാരുടെ വൈറ്റ് സ്കിന്നുള്ളവർ ആദ്യം ഇവിടേക്ക് വന്നു, പിന്നെ ഞങ്ങൾ ഇംഗ്ലീഷുകാരായിട്ട് വന്നു. അപ്പം നമ്മൾ തന്നെയാണ് ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. നിങ്ങൾ നേരത്തെ ഇവിടെ വന്നവരെ, ഞങ്ങൾ പിന്നീട് വന്നവരെ എന്ന് വരുത്തി തീർത്ത് ഭാരതത്തിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ആര്യൻ അധിനിവേശ സിദ്ധാന്തത്തെ വിശ്വസിച്ച് നെഹ്റു അത് നമ്മളെ വിശ്വസിപ്പിച്ച് നമ്മളെ ഈ നിലയിലാക്കിയതാണ്. എന്നും ഡിവൈഡ് ആൻഡ് റൂൾ ഇംഗ്ലീഷുകാർക്കും ഇന്ദിരാഗാന്ധിക്കും നെഹ്റുവിനും അത് തന്നെയായിരുന്നു, ഡിവൈഡ് ആൻഡ് റൂൾ. എവിടെയെല്ലാം ഭിന്ദ്രൻവാലെ വളർത്തിയിട്ട് ആ സിഖുകാരെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ ശ്രമിച്ചു. കാവേരി നദീവെള്ളത്തില് തമിഴ്നാടുകാരെ കർണാടകക്കാരെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇലക്ഷന് ജയിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. എന്താ കാരണം? ഡിവൈഡ് ആൻഡ് റൂൾ ഇപ്പൊ ഇല്ല. ഇപ്പൊ ശരിക്കും റൂള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ആ പ്രശ്നങ്ങൾ വരാത്തത്. ഇനിയും ചിന്തിച്ചു നോക്കാം. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യം പ്രായോഗിക തലത്തില്, ഒരു കറി സാമ്പാറിന്റെ തലത്തില് കേരളത്തിലെ ഏത് കറികൾ ഉണ്ടാക്കണമെങ്കിലും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള സ്പൈസസ് വേണം. ഉലുവയില്ലാതെ പുളിശ്ശേരി പറ്റില്ല, അതുപോലെ തന്നെ ജീരകമില്ലാതെ അവിയൽ പറ്റില്ല, കടുകില്ലാതെ പച്ചടി പറ്റില്ല. വെറുതെ ചിന്തിച്ചു നോക്കാം, ഓരോന്നും ചിന്തിച്ചു നോക്കാം. അപ്പൊ മനസ്സിലാവും ഇതെല്ലാം നോർത്തിൽ നിന്ന് സൗത്തിലേക്കും സൗത്തിൽ നിന്ന് നോർത്തിലേക്കും പോകുന്ന ഒരു ഐക്യം പ്രായോഗിക തലത്തിലും മന്ത്രതലത്തിലും ആത്മീയ തലത്തിലും അതുപോലെ തന്നെ ഭൗതിക തലത്തിലും മാനസിക തലത്തിലും ഈവൻ മരണതലത്തിൽ പോലും ഈ രാഷ്ട്രത്തിന്റെ ഐക്യത്തെ സാംസ്കാരികമായിട്ട് ഭാരതം നിലനിർത്തിയിരുന്നു. പ്രണാമം, നമസ്കാരം.